ഹലോ മക്കളെ, എനർജി മാനേജ്മെൻറ്റ് പലരും അവോയ്ഡ് ചെയ്യുന്ന ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 മാർക്കിന് സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. ആ 5 മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ കളയരുത്. കാരണം സിമ്പിൾ ചോദ്യമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലുണ്ട്. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിലും ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും, നാളത്തെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കാണാം, ഫുള്ളായിട്ട് ചാപ്റ്റർ പഠിച്ചെടുക്കാം. ഓക്കെ, റെഡി മക്കളെ? ലാസ്റ്റ് ചാപ്റ്ററാണ് എനർജി മാനേജ്മെന്റ്. സിമ്പിൾ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളൂ. സോഷ്യൽ സയൻസ് പഠിക്കുന്നവരുണ്ടാവും ഈ ചാപ്റ്റർ, പക്ഷേ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠിക്കാതൊന്നും ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, റെഡി? നമ്മൾ ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്നില്ല, എന്ത് പഠിക്കാതിരിക്കാൻ. ഫ്യൂവൽസ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫ്യൂവൽസ് എന്താണ് മക്കളെ? ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഫ്യൂവൽ എന്ന് വരും. അപ്പൊ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? കത്തിക്കുമ്പോൾ കുറെ എനർജി പുറത്തേക്ക് വിടുന്ന ആൾക്കാരാണ് ഫ്യൂവൽസ്. Fuels are substances that release heat energy on burning. കത്തിക്കുമ്പോൾ ധാരാളം ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്യൂവൽസ് എന്ന് വിളിക്കുക. മക്കളെ, 3 തരം ഫ്യൂവൽസ് ആണ് ഉള്ളത്. ഒന്ന് സോളിഡ് ഫ്യൂവല്, ലിക്വിഡ് ഫ്യൂവല്, ഗേഷ്യസ് ഫ്യൂവല്. 3ന്റെ എക്സാമ്പിൾ തരാൻ പറയും. അവർ പറയും സോളിഡ് ഫ്യൂവലിന്റെ കുറച്ച് എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ പറയും ഫയർവുഡ്, വിറക് കഷ്ണം, കൽക്കരി, കോള്, ബയോമാസ് തന്നെ. ലിക്വിഡ് ഫ്യൂവൽസിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം മണ്ണെണ്ണ, കെറോസിൻ, പെട്രോൾ, ഡീസൽ. സിമ്പിൾ. ഗേഷ്യസ് ഫ്യൂവൽസിന്റെ എക്സാമ്പിൾ പറയാൻ പറയണം ഹൈഡ്രജൻ. ഗേഷ്യസ് ഫ്യൂവൽ ആണ്. ഏറ്റവും എന്തുള്ള ഫ്യൂവലാണ്? കലോറിഫിക് വാല്യൂ. CNG, LNG രണ്ടും ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് ചെറിയൊരു പ്രശ്നമുള്ള എന്താണ് മക്കളെ? ഇവനാണ്. ഇവനെ നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസ് ആണ്, ലിക്വിഫൈഡ് ആയതുകൊണ്ട് LNG നിങ്ങൾ പറയണ്ട, LNG പറയണ്ട. ഓക്കെ, കാരണം അത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ലിക്വിഫൈ ചെയ്യപ്പെട്ടത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ ഉണ്ട്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പറയാം. പിന്നെ ബയോഗ്യാസ്, സൂപ്പർ ഗ്യാസ്. ഗേഷ്യസ്, ലിക്വിഡ് ആൻഡ് അവസാനം മക്കളെ സോളിഡ്സ്. 3ന്റെയും എക്സാമ്പിൾസ് കിട്ടിയല്ലോ. ഇത് എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കും എക്സാമ്പിൾസ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് മക്കളെ കമ്പഷന്റെ കാര്യമാണ്. 2 തരം കമ്പഷൻ ആണുള്ളത്. ഒന്ന് കംപ്ലീറ്റ് കമ്പഷൻ, മറ്റേത് പാർഷ്യൽ കമ്പഷൻ. എന്താ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ? ഫ്യൂവൽ റിയാക്ട്സ് വിത്ത് സഫിഷ്യന്റ് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ്. ആവശ്യത്തിന് ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു, അതിനോടൊപ്പം ഹീറ്റും പുറത്തു വിടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്ലീറ്റ് കമ്പഷൻ അഥവാ പൂർണ്ണ ജ്വലനം എന്ന് വിളിക്കുക. പാർഷ്യൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൂർണ്ണമായിട്ട് ജ്വലിക്കാത്തപ്പോഴാണ് പാർഷ്യൽ ജ്വലനം അഥവാ പാർഷ്യൽ കമ്പഷൻ എന്ന് വിളിക്കുക. ഫ്യൂവൽ റിയാക്ട്സ് വിത്ത് ലെസ് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ മോണോക്സൈഡ്, സൂട്ട് ആൻഡ് ലിറ്റിൽ കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ ആവശ്യത്തിന് ഇല്ലെങ്കിലാണ് സംഭവിക്കുക. ലിറ്റിൽ ഓക്സിജൻ അല്ലെ ലെസ് ഓക്സിജൻ വെച്ച് റിയാക്ട് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? കൂടുതൽ കാർബൺ മോണോക്സൈഡും സൂട്ടും കുറച്ച് കാർബൺ ഡയോക്സൈഡും. കൂടുതലായി എന്താ ഉണ്ടാവുക? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതുകൊണ്ട് അത് ഗ്ലോബൽ വാർമിങ്ങിന് ഒരു കാരണക്കാരനാവും. അപ്പൊ കംപ്ലീറ്റ് കമ്പഷൻ ആണോ നല്ല, പാർഷ്യൽ കമ്പഷൻ ആണോ നല്ലത്? പാർഷ്യൽ കമ്പഷൻ മോശമാണ്, കൂടുതൽ നല്ല കംപ്ലീറ്റ് കമ്പഷൻ ആണ്. പാർഷ്യൽ കമ്പഷൻ എന്തുകൊണ്ടാണ് മോശം? അതിൽ കൂടുതൽ ഉണ്ടാവുക കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അത് ഭയങ്കര പ്രശ്നകാരനാണ്. നോട്ട് ഹാർംഫുൾ ടു എൻവയോൺമെന്റ്, വെരി ഹാർംഫുൾ ടു എൻവയോൺമെന്റ്. ഓർത്ത് വെക്കണം കേട്ടോ. മലയാളത്തിലും വായിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്, എങ്കിലും മലയാളത്തിലും കൂടി വായിക്കാം. ഇന്ധനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനുമായി തീക്ഷണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതിനോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡും ഉണ്ടാകുന്നതാണ് എന്ത്? പൂർണ്ണ ജ്വലനം. എന്നാൽ ഭാഗിക ജ്വലനം, ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലെ പാർഷ്യൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ധനങ്ങൾ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് കൂടുതൽ കാർബൺ മോണോക്സൈഡും പിന്നെ കുറച്ച് സൂട്ടും കുറവ് കാർബൺ ഡയോക്സൈഡും ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാർഷ്യൽ കമ്പഷൻ അഥവാ ഭാഗിക ജ്വലനം എന്ന് വിളിക്കുക. പരിസ്ഥിതിക്ക് ഇത് വളരെ രോക്ഷമല്ല, ഇത് പരിസ്ഥിതിക്ക് വളരെ രോക്ഷമാണല്ല, ദോഷമാണ്. ഓക്കെ, സെറ്റാണ്, റെഡി. ഇനി പരീക്ഷ ചോദിക്കും വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ? കണ്ടീഷൻസ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ എന്താണ്? അതിന്റെ കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ സഫീഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ. ശരിയല്ലേ? നല്ല ഓക്സിജൻ ഇല്ലെങ്കിൽ പരിപാടി നടക്കുമോ? ഇല്ല. അപ്പൊ നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ടാമത് സോളിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ അത് ഡ്രൈ ആയിരിക്കണം. മരക്കഷ്ണമൊക്കെ ആണെങ്കിൽ അത് ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ നടക്കില്ല. ഉണങ്ങിയതായിരിക്കണം. ലിക്വിഡ് ഫ്യൂൽസ് ആണെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്യണം ഈസിലി. ഇപ്പൊ പെട്രോളും ഡീസലൊക്കെ ആണെങ്കിൽ ഈസിലി ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ നടക്കില്ല. മസ്റ്റ് റീച്ച് ഇഗ്നിഷൻ ടെമ്പറേച്ചർ.
എളുപ്പത്തിൽ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എത്തണം, കത്തുന്ന ടെമ്പറേച്ചർ പെട്ടെന്ന് എത്തണം. നമ്മളിങ്ങനെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് അത് കത്താതിരിക്കാൻ പറ്റില്ല. ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എളുപ്പത്തിൽ എത്തണം. ഇതാണ് കണ്ടീഷൻസ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ. മലയാളം കൂടെ വായിക്കാം. പൂർണ്ണ ജ്വലനത്തിൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ, മതിയായ ഓക്സിജന്റെ ലഭ്യത, ഉണങ്ങിയ ഖര ഇന്ധനങ്ങൾ, സോളിഡ് ഇന്ധനങ്ങളാണെങ്കിൽ ഉണങ്ങിയതായിരിക്കണം. ദ്രാവക ഇന്ധനങ്ങൾ എളുപ്പത്തിൽ ബാഷ്പമായി മാറണം, ബാഷ്പീകരിക്കണം എളുപ്പത്തിൽ, വേപ്പറൈസേഷൻ പെട്ടെന്ന് നടക്കണം. ജ്വലന താപനില പെട്ടെന്ന് എത്തണം, ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ പെട്ടെന്ന് എത്തണം. മസ്റ്റ് റീച്ച് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ഈസിലി എന്നും കൂടി എഴുതി വെക്കാം, അല്ലെ ക്വിക്ലി എന്ന് എഴുതി വെക്കാം. ഓക്കെ, അതാണ് ഈ പോയിന്റ്. മസ്റ്റ് റീച്ച് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ക്വിക്ലി എന്ന് കൂടി എഴുതി വെക്കാം. ഇത് കണ്ടീഷൻസ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, എന്നാലും പഠിച്ചു വെച്ചോ. ഇനി പ്രോപ്പർട്ടീസ്. കാർബൺ മോണോക്സൈഡ് ഇസ് നോട്ട് ഫോംഡ്, കാർബൺ ഡയോക്സൈഡ് ഈസ് ഫോംഡ്, മാക്സിമം ഹീറ്റ് എനർജി ഇസ് ലിബറേറ്റഡ്. അപ്പൊ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവത്തില്ല, കാർബൺ ഡയോക്സൈഡ് നന്നായിട്ടുണ്ടാവും എന്നും നല്ല ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ഈ 3 പ്രോപ്പർട്ടീസ് ആണ് എഴുതി വെക്കുക. അലൻ സാർ ഉറങ്ങിയോന്നോ? എന്തുറങ്ങി? അലൻ സാർ വേറെന്തോ ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ 1:45 ആകുമ്പോഴേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് മക്കളെ? നമ്മൾ ലൈവ് ക്ലാസ് മാത്രമല്ല എടുക്കുക, നമുക്ക് +1 +2 ബാച്ച് ഉണ്ട്, നിങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന ബാച്ചസ് ഉണ്ട്. അതിന്റെ ഒക്കെ കുറെ റെക്കോർഡ് ക്ലാസ് ഒക്കെ നമുക്ക് എന്താണ് ഇതിന് അല്ലാത്ത സമയമൊക്കെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അലക്സ് സാർ ഇപ്പൊ രാത്രി 2 മണി ക്ലാസ് കഴിഞ്ഞിട്ട് 3:30 എന്താണ് കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിക്കും. ശരിയാണ്, ഞാൻ ഉറങ്ങി രാവിലെ എന്താണ് എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ കുറെ പണിയുണ്ട്. നമ്മുടെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ക്ലാസ് എടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ +1 +2 നെക്സ്റ്റ് ഇയർ ജെയിന്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജെയി ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, മനസ്സിലായില്ല? അപ്പൊ ആ സമയത്തല്ല നമ്മൾ റെക്കോർഡിങ് ചെയ്യുക, അതൊക്കെ ഇപ്പൊ തുടങ്ങുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ഇയർ 10ാം ക്ലാസ് CBSE ബാച്ച് ഉണ്ട്, അതിന്റെ റെക്കോർഡിങ്സ് ചെയ്യാണ്ട് കുറെ പണി നമ്മൾ. പിന്നെ യൂട്യൂബിലേക്കുള്ള വീഡിയോസ് അല്ലെ, നാളെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും, നോക്കിക്കോ, ഇഷ്ടംപോലെ. അത് കുറച്ച് പഴയ വീഡിയോസ് ആണ്, നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്, കുറച്ച് നാളെ എടുക്കാൻ പോകുന്ന വീഡിയോസ് ആണ്. എന്നിട്ട് ലൈവ് എടുക്കണം, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ 1-2 ലൈവ് മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ വിചാരിക്കാം ഒരു ലൈവ് ഇത്രയൊക്കെ ഉള്ളൂ. കുറെ പണി ചെയ്തിട്ടാണ്. അപ്പൊ കഷ്ടപ്പാടിന്റെ കഥ പറയല്ല, പക്ഷെ ഞാൻ പറയാണ് അലൻ സാറൊക്കെ വേറെ ഒരു റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരും, ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കാണാം. ഫോസിൽ ഫ്യൂവൽസ് 3 ഫോസിൽ ഇന്ധനങ്ങളാണുള്ളത്: കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. 3ന്റെയും ഫുൾ ഡീറ്റെയിൽസ് ഒറ്റ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളിന്റെ മെയിൻ കണ്ടന്റ് എന്താണ് മക്കളെ? പരീക്ഷ ചോദിക്കും, വിച്ച് ഇസ് ദി മെയിൻ കണ്ടന്റ് ഇൻ കോൾ? എഴുതി വെക്കണം, കാർബൺ. കോളിന്റെ പേരിൽ തന്നെയുണ്ട് കാർബൺ. പ്രധാന ഘടകം എന്താ? കാർബൺ ആണ്. എന്ത് പ്രോസസ്സ് വഴിയാണ് അവന്റെ പ്രോഡക്ട്സ് കിട്ടുക? ഏത് പ്രോസസ്സ് വഴിയാണ് കൽക്കരിയുടെ പ്രോഡക്ട്സ് കിട്ടുക? ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം വഴിയാണ് അവന്റെ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ ലഭിക്കുക. എക്സാമിന് ചോദിക്കും എങ്ങനെയാണ് കോളിന്റെ പ്രോഡക്ട്സ് കിട്ടുക? ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് അവന്റെ പ്രോഡക്ട്സ്? കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ്, അമോണിയ. ഒരു ട്രിക്ക് പറഞ്ഞുണ്ട്, ഒരു കൊക്ക് ഒരു ടാറിട്ട റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഗ്യാസ് കുറ്റി വന്ന് വീണ് പൊട്ടിത്തെറിച്ച് കൊക്ക് പറയും അമ്മോ എന്ന് പറയും. ഓർമ്മയുണ്ടോ ട്രിക്ക്? ഓർമ്മയുള്ള ഒരു ആട്ടിമോജി ഇടുക. ഒരു കൊക്ക് ടാറിട്ട റോഡിൽ കൂടെ, കോൾ ടാറ് നടന്നു പോകുമ്പോൾ കോൾ ഗ്യാസ് വന്നിട്ട് എന്താണ്? ഗ്യാസ് കുറ്റി വന്ന് വീണു, കോൾ ഗ്യാസ്. പെട്ടെന്ന് അമ്മോ എന്ന് പറയും, അമോണിയ. ഓർത്ത് വെച്ചോ? ഇത് കോളിന്റെ പ്രോഡക്ട്സ് ആണ്. ഇനി കോളിന്റെ ടൈപ്സ് വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കോള് മെയിൻ കണ്ടന്റ് കാർബൺ ആണ്. ഇപ്പൊ തന്നെ പരിപാടി തീർക്കാം. പ്രോസസ്സ് ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രോഡക്ട്സ് കിട്ടും: കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ. സെറ്റ് ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഫോസിൽ ഫ്യൂവൽ ആണ് മക്കളെ പെട്രോളിയം. പെട്രോളിയത്തിന്റെ മെയിൻ കണ്ടന്റ് എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ. അത് പീൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ബ്യൂട്ടൈൻ ബി കിട്ടില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. പെട്രോളിയത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ബ്യൂട്ടൈൻ. 4 കാർബൺ ഉള്ള ഐറ്റം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് അവന്റെ പ്രൊഡക്ട്സിന് കിട്ടുക. ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, മലയാളത്തിൽ അംശിക സ്വേദനം. ഇത് വെറും സ്വേദനം, ഇത് അംശിക സ്വേദനം. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രൊഡക്ട്സ്? 4 എണ്ണമല്ല പ്രൊഡക്ട്സ് കൂടുതലുണ്ട് കുറച്ച്. ആരൊക്കെയാണ്? പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മണ്ണെണ്ണ ഉണ്ട്. 3 എണ്ണം ഓർത്തൊക്കെ സിമ്പിൾ ആണ്. വണ്ടിയിൽ ഒഴിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ പിടിച്ചൊരുമിച്ചിടുക. കെറോസിൻ വണ്ടിയിൽ ഒഴിക്കാൻ പറ്റുമോ? വേണം, ഒഴിക്കാൻ പറ്റുമല്ലോ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ. പിന്നെ പെട്രോളിയം ഗ്യാസ്. പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ LPG, കുക്കിംഗ് ഗ്യാസ്. പെട്രോളിയം ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിട്ടാണ് ലിക്വിഡ്ഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടാക്കുക. അപ്പോൾ പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ LPG തന്നെയാണ്. LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് ഫോം ആണ്. പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് ഫോം ആണ്. എനിവേ LPG അല്ലെ പെട്രോളിയം ഗ്യാസ്. പിന്നെ നാഫ്ത, ഫ്യൂവൽ ഓയിൽ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. പെട്രോൾ, ഡീസൽ, കെറോസിൻ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ പെട്രോളിയം ഗ്യാസ്, LPG.
പിന്നെ നാഫ്ത, ഫ്യൂൽ ഓയിൽ, ഇതൊക്കെയാണ് ആരുടെ പ്രോഡക്ട്സ്? പെട്രോളിയത്തിന്റെ പ്രോഡക്ട്സ്. ഓക്കെ, റെഡി. അർച്ചനാമസ് ഇല്ല, അർച്ചനാമസ് വീട്ടിൽ പോയി. എല്ലാവരും ഇവിടെ ഇല്ല, എല്ലാവരും ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റുമോ ഒരു ക്ലാസ് ഉണ്ട് വിചാരിച്ചിട്ട്? പക്ഷെ മിക്ക ആൾക്കാരും നമ്മുടെ ഓഫീസിൽ ഉണ്ടാവും കേട്ടോ, ടീച്ചേഴ്സൊക്കെ. ഓക്കെ, ലാസ്റ്റ് നാച്ചുറൽ ഗ്യാസ് ആണ്. മെയിൻ കമ്പോണന്റ് മീത്തൈൻ ആണ്. പ്രോഡക്ട്സ് എന്താണ്? പ്രോസസ്സ് പഠിക്കാനില്ല, പക്ഷെ പ്രോഡക്ട്സ് ആരൊക്കെയാണ്? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് CNG, LNG, കംപ്രസ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും. ഇത്രയും പഠിക്കാനുള്ളൂ. അപ്പൊ ഫോസിൽ ഫ്യൂവൽസിന്റെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഫോസിൽ ഫ്യൂവൽസിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കൽക്കരി, മെയിൻ കണ്ടന്റ്, പ്രോസസ്സ്, പ്രോഡക്ട്സ്. പെട്രോളിയം, ബ്യൂട്ടൈന്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പ്രോഡക്ട്സ്. ഇതിൽ നാലഞ്ചെണ്ണം ഓർത്ത് വെക്കുക. പിന്നെ നാച്ചുറൽ ഗ്യാസ്, മീത്തൈൻ ആണ് മെയിൻ കോമ്പോണന്റ്, CNG, LNG. ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, ഈ ചാപ്റ്റർ തിയറി ഭാഗം കൂടുതലുണ്ടാവും, കാരണം ഈ ചാപ്റ്റർ തിയറി ക്വസ്റ്റ്യൻസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യാനുണ്ടാവില്ല, കാരണം ഇത് തന്നെ ഉള്ളൂ. നെക്സ്റ്റ്, ഫോസിൽ ഫ്യൂവൽസ്. മക്കളെ, എങ്ങനെയാണ് ഫോസിൽ ഫ്യൂവൽസ് ഫോം ചെയ്യാന്ന് ചോദിക്കും, എങ്ങനെയാണ് ഉണ്ടാവുക ചോദിക്കും. അപ്പൊ എഴുതി വെക്കണം, ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ബൈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദി എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിനുള്ളിൽ പോയ ആനിമൽസും പ്ലാന്റ്സും ട്രാൻസ്ഫോം ചെയ്താണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത്. The transformation took place, condition ഓർത്ത് വെക്കണം, in the absence of air under high pressure and high temperature. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ്, ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അത് നേരെ അങ്ങോട്ട് കാഴ്ച മലയാളത്തിലും കൂടി വായിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവജാലങ്ങളുമാണ് ഫോസിൽ ഇന്ധനങ്ങളായി രൂപാന്തരപ്പെടുന്നത്. രൂപാന്തരം നടക്കുന്നത് വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും ഉന്നത മർദ്ദത്തിലായിരിക്കും എന്നുള്ള ആരും കൂടെ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോസിൽ ഫ്യൂവൽസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, പെട്രോളിയം, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതിനെപ്പറ്റി പഠിച്ചു. നെക്സ്റ്റ്, മോസ്റ്റ് അബണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ എന്താണെന്ന് ചോദിക്കും. ഏറ്റവും സുലഭമായുള്ള ഫോസിൽ ഫ്യൂവൽ ഡയറക്റ്റ് ചോദ്യമാണ്, കൽക്കരി, കോൾ എന്ന് എഴുതി വെക്കണം. ഈ കൽക്കരിക്ക് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 4 നമുക്ക് കൽക്കരിനെ ക്ലാസിഫൈ ചെയ്യാം. 4 ടൈപ്സ് ഓഫ് കോൾ ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഒന്നെങ്കിൽ പ്ലിബ എന്ന് ഓർത്ത് വെക്കാം, അല്ലെ വേറൊരു ട്രിക്ക് ഞാൻ പറയുന്നുണ്ട്. പീറ്റർ ലൈം ജ്യൂസ് കുടിച്ച് ബിസ്ക്കറ്റ് അന്തോണി കൊടുത്തു, പീറ്റർ ലൈം ജ്യൂസ് കുടിച്ച് ബിസ്ക്കറ്റ് അന്തോണി കൊടുത്തു, അങ്ങനെ ഓർത്ത് വെക്കാം, അല്ലെ പ്ലിബ എന്ന് ഓർത്ത് വെക്കാം, ഇഷ്ടമുള്ളത്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഇത് കൽക്കരിയുടെ ഉൽപ്പന്നങ്ങളല്ല, കൽക്കരിയുടെ 4 ടൈപ്പുകളാണ്. എല്ലാം കൽക്കരി തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പീറ്റിന് ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റും ആന്ത്രസൈറ്റിന് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റും ബാക്കിയുള്ളവരുടെ ഇടയിലായിരിക്കും ഉണ്ടാവുക. കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൽക്കരിനെ 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. സെറ്റ് ആണല്ലോ? നോട്ട്സ് നാളെ വാട്സാപ്പിൽ രാവിലെ അയച്ചു തരും കേട്ടോ. വാട്സാപ്പിൽ നാളെ രാവിലെ അയച്ചു തരും. ഓക്കെ, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡിയാണ് മക്കളെ. അങ്ങനെയാണ് മുന്നോട്ട് പോവാൻ നമുക്ക്. നെക്സ്റ്റ്, LPG. LPG എന്ന് പറഞ്ഞാൽ ആരുടെ പ്രൊഡക്റ്റ് ആണ്? ഏത് ഫോസിൽ ഫ്യൂവലിന്റെ പ്രൊഡക്റ്റ് ആണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ LPG എന്ന് പറഞ്ഞാൽ ഒരു പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവലിന്റെ പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയാണ് LPG കിട്ടിയിട്ടുണ്ടാവുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം, അംശിക സ്വേദനം വഴിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതൊക്കെ ചോദിക്കാം. LPGയിലെ മെയിൻ കണ്ടന്റ് എന്താണ്? പെട്രോളിയത്തിലെ മെയിൻ കണ്ടന്റ് ആയിരുന്നു ബ്യൂട്ടൈൻ അല്ലേ? അപ്പൊ LPGയിൽ ആരാണ്? ബ്യൂട്ടൈൻ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പെട്രോളിയത്തിലെ മെയിൻ കണ്ടന്റ് ബ്യൂട്ടൈൻ, അപ്പൊ LPGയിൽ എന്താണ്? ബ്യൂട്ടൈൻ. അത്രേ ഉള്ളൂ. ഓക്കെ, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. കളറും ഇല്ല, മണവും ഇല്ല. പക്ഷെ മണം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കും. ഈത്തൈൽ മെർക്യാപ്റ്റൻ ഇസ് ആഡഡ് ടു ഗിവ് സ്മെൽ. LPGക്ക് എങ്ങനെയാണ് ഓർഡർ വരുന്നത്? അതിൽ ഈത്തൈൽ മെർക്യാപ്റ്റൻ ആഡ് ചെയ്തത് കൊണ്ടാണ് അതിന് ഓർഡർ വരുന്നത്, മണം വരുന്നത്. ചോദിക്കൂട്ടോ എക്സാമില്. വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് LPG ലീക്ക്, എക്സാമിന് ചോദിക്കും. അപ്പൊ ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞു തരുന്നല്ലേ, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ഫോളോ വെൻ LPG is leaked? അപ്പം എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് മക്കൾ ഇത്. അപ്പൊ പഠിക്കണം. ഫസ്റ്റ്, ടേൺ ഓഫ് മെയിൻ സ്വിച്ച്. ഷിഫ്റ്റ് സിലിണ്ടർ ടു എംപ്റ്റി സ്പേസ്. സിലിണ്ടർ എടുത്തിട്ട് എംപ്റ്റി സ്പേസിൽ കൊണ്ടുപോയി വെക്കുക. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ. ഡോറും വിൻഡോ ഓപ്പൺ ആയി വെക്കുക, കാരണം ഗ്യാസ് ലീക്ക് ആയി പോയിക്കോട്ടെ. കോൾ ഫയർഫോഴ്സ്. യൂസ് only staircase to escape, not lift. Cover nose and mouth with soft cloth. ഇതിലൊരു എല്ലാ എഴുതിയില്ല, ഒരു 3 എണ്ണമെങ്കിലും എഴുതി വെക്കാൻ പറ്റണം നമുക്ക്.
എന്തൊക്കെയാണ് മക്കളെ? മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക, സിലിണ്ടർ എടുത്തിട്ട് വേറെ എംപ്റ്റി സ്പേസിലോട്ട് കൊടുക്കുക, സ്റ്റെയർ കേസ് ഉപയോഗിക്കരുത്, എന്താണ് ലിഫ്റ്റ് ഉപയോഗിക്കരുത്, സ്റ്റെയർ കേസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിനെ വിളിക്കുക. ഇത് മതി. വേണമെങ്കിൽ എന്താ ഡോർസും വിൻഡോസും ഓപ്പൺ ആക്കി വെക്കുക, കവർ നോസും അങ്ങനെ ഓർത്ത് വെക്കുക. അത്ര ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളൊന്ന് ഇമാൻ ചെയ്തോ, വീട്ടിൽ ശരിക്കും ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യോ, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ചാടി കയറി പോയി സിലിണ്ടർ പിടിക്കാം, ഒരു സിലിണ്ടർ ഒരു എന്താണ് വീടിന് പുറത്തു കൊണ്ട് വെക്കുക. അത് ചെയ്തു. പിന്നെ എന്താ ചെയ്യുക? ഫയർഫോഴ്സ് വിളിച്ചു. പിന്നെ എന്ത് ചെയ്യുക? 3. പിന്നെ എന്ത് ചെയ്യാ മക്കളെ? പിന്നെ മൂക്ക് ഇങ്ങനെ പൊത്തിങ്ങനെ ഇരിക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്, അവിടെ ലിഫ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ടീച്ചറിനോട് എഴുതി വെക്കുക, സർ ടീച്ചർ എൻ്റെ വീട്ടിൽ ലിഫ്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് സ്റ്റെയർ കേസും ലിഫ്റ്റും ഒന്നും വേണ്ട. ഓക്കെ, റെഡി? അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ അത് എഴുതി വെക്കണം. ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം പഠിക്കാനുള്ള സാധനമാണ്. അത് അവസാനം പഠിക്കാനുള്ള സാധനമാണ്. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഒരു പേജ് കഴിഞ്ഞു. ഒരു പേജിൽ എന്തൊക്കെ പഠിച്ചു? കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? കുറേ കാര്യങ്ങൾ. ഫ്യൂവൽസ് പഠിച്ചു, കംപ്ലീറ്റ് കമ്പഷൻ, പാർട്ടിഷ്യൻ കമ്പഷൻ, കംപ്ലീറ്റ് കമ്പഷന്റെ കണ്ടീഷൻസ്, കംപ്ലീറ്റ് കമ്പഷന്റെ പ്രോപ്പർട്ടീസ്, ഫോസിൽ ഫ്യൂവൽസ് ഓരോ ടൈപ്സ്, പ്രൊഡക്ട്സ്, പ്രോസസ്സ്, ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്താണ് പ്രോസസ്സ്, കോളിന്റെ 4 ടൈപ്സ്, LPGയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ആൻഡ് ഓൾസോ വാട്ട് ടു ഇൻ കേസ് ഓഫ് LPG ലീക്ക്. ഇത്രയും കാര്യങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ബ്ലെവി. എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് ബ്ലെവി, എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കും. ബേസിക്കലി LPG പൊട്ടിത്തെറിക്കുന്നതിനാണ് ബ്ലെവി എന്ന് വിളിക്കുക. LPG പൊട്ടിത്തെറിക്കുന്നതിനാണ് ബ്ലെവി. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഹാപ്പി ബർത്ത്ഡേ? ആർക്ക്? സാർ സാലറി പറയോ? എടോ എനിക്ക് സാലറി ഇല്ല, ഞാൻ എക്സാമിനറിന്റെ ഡയറക്ടറാണ്, സാലറി ഒന്നും ഇല്ല. സാലറി ആയിട്ട് മാസം ഒന്നും കിട്ടുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ സാലറി ആയിട്ടൊന്നും ഇല്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില മാസം സാലറി ഉണ്ടാവാറില്ല, കുറെ മാസങ്ങളായിട്ട് സാലറി എടുക്കുന്നില്ല. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്റഗ്രേറ്റഡ് സ്കൂളിങ് ഒക്കെ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തം പൈസയിൽ നിന്ന് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അപ്പൊ സാലറി ആയിട്ടൊന്നും ഇല്ല. ജെന്യൂൻ ആയിട്ട് പറയാട്ടോ, നിങ്ങളോടായിട്ട് കൊണ്ട് ജെന്യൂൻ ആയിട്ട് പറയാം. സങ്കടത്തോടെ പറയല്ല, ജീവിക്കാൻ ഇഷ്ടംപോലെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, സാലറി ആയിട്ടൊന്നും ഇല്ല ഇപ്പൊ കുറെ നാളായിട്ട്. അതിന്റെ അർത്ഥം അയ്യോ അലക്സ് സാർ കഷ്ടപ്പെട്ടിട്ട് ഇതാക്കുകയാണെന്നാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സുഖിച്ചിട്ടാണ് ബിരിയാണി അല്ലെ പൊറോട്ടയും ബീഫും കൂടി എന്തോ ഓർഡർ ചെയ്തത്, എന്തോ ഇല്ലല്ല ബട്ടർ ചിക്കനോ എന്തോ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ ഫിക്സ്ഡ് എമൗണ്ട് ഒന്നും ഇല്ല സാലറി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അല്ല, എവിടെ നിന്നാണ് ഈ ബർത്ത്ഡേ കിട്ടിയത്? പക്ഷെ നിങ്ങളൊരു രസത്തിന് പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാം. താങ്ക് യു സോ മച്ച്. ഉറക്കം വരുന്നു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനവിടെ നിൽക്കുന്നില്ല, നിങ്ങൾ നിൽക്ക്. ബ്ലെവി എന്താണ് മക്കളെ? ബ്ലെവി എന്ന് പറഞ്ഞാൽ if there is fire due to leakage of LPG, then due to heat the cylinder will also get heated. എന്താണ് സംഭവം? LPG ലീക്ക് കാരണം എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സിലിണ്ടറിന് ചുറ്റും തീയായിരിക്കും ഉണ്ടാവുക, ഗ്യാസ് സിലിണ്ടറിന് ചുറ്റും. അപ്പൊ എന്താണ്? ഗ്യാസ് സിലിണ്ടർ ഹീറ്റഡ് ആവും. If there is fire due to leakage of LPG, then due to heat the cylinder will also get heated. സിലിണ്ടറിന് ചുറ്റും എന്താണ് ചൂടാവുന്നത്? സിലിണ്ടർ ചൂടാവാൻ തുടങ്ങും. പ്രശ്നമാണ്. Due to excess heat the LPG gas becomes gas and the increased pressure inside. എന്നർത്ഥം എന്താണ്? ഹീറ്റ് ചൂടി കഴിഞ്ഞാൽ ഉള്ളിൽ എന്താണുള്ളത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ആ ലിക്വിഡ് എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് ഗ്യാസായി മാറും, വേപ്പറൈസ് ചെയ്ത് ഗ്യാസായി മാറും. ആൻഡ് ഇൻക്രീസസ് ദ പ്രഷർ. ഗ്യാസ് ആയി കഴിഞ്ഞാൽ കൂടുതൽ വോളിയം ആണ്, അപ്പൊ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടുണ്ട് സിലിണ്ടറിന്റെ വോളിൽ. ദിസ് ഹൈ പ്രഷർ കോസസ് എക്സ്പ്ലോഷൻ. ഈ ഹൈ പ്രഷർ എന്ത് സംഭവിക്കും? ഉള്ളിലുള്ള ലിക്വിഡ് ഗ്യാസായി മാറി കഴിഞ്ഞാൽ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഹൈ പ്രഷർ എന്നാണ് എക്സ്പ്ലോഷന് എന്താണ് റിസൾട്ട് ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് ബ്ലെവി. ഇതിനാണ് ബ്ലെവി എന്ന് വിളിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിലിണ്ടർ ഫയർ ഉണ്ടായാൽ സിലിണ്ടർ ചൂടാവും, സിലിണ്ടർ ചൂടിയാടെ ഉള്ളിലുള്ള ഗ്യാസ് ചൂടാവും, ഉള്ളിലുള്ള ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ലിക്വിഡ് ചൂടാവും, ലിക്വിഡ് ചൂടാതെ ഗ്യാസായി മാറും, ഗ്യാസായി മാറിയ പ്രഷർ കൂടും, പ്രഷർ കൂടിയാൽ എക്സ്പ്ലോഷൻ സംഭവിക്കും. ഇതിനാണ് ബ്ലെവി എന്ന് വിളിക്കുക. എന്തിനാണ് ബ്ലെവി എന്ന് വിളിക്കുന്നത്? ബ്ലെവി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ ആണ്. ലിക്വിഡ് ഉള്ളിലുള്ള ചൂടായി ബോയിൽ ചെയ്യും, എക്സ്പാൻഡിങ് വേപ്പറായി മാറിയാൽ വേപ്പർ എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല? ബ്ലെവി സെറ്റാണ്. ഇനി പരീക്ഷയിൽ വീണ്ടും ചോദിക്കും, LPG സിലിണ്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്? സാർ എന്തൊക്കെയാണ്? LPG ലീക്കായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, LPG പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, LPGയുടെ പ്രിക്കോഷൻസ്.
പഠിച്ചു വെച്ചോ, ഏതെങ്കിലും ഒന്നാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ. അപ്പൊ എഴുതി വെക്കാം. പ്രിക്കോഷൻസ് എന്താണ് മക്കളെ? മേക്ക് ഷുവർ റബ്ബർ ട്യൂബ് ഹാസ് നോ ലീക്കേജ്. അതിന്റെ റബ്ബർ ട്യൂബ് അറിയാലോ, കണ്ടിട്ടുണ്ടോ? LPG സിലിണ്ടർ ഫിറ്റ് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? കൈ പൊക്കുക, ഹാർട്ട് ഇമോജി ഇടുക. സാർ ഈ ബോർഡിന്റെ നെയിം, ഈ ബോർഡിന് പ്രത്യേകിച്ച് നെയിമൊന്നുമില്ല, നിങ്ങൾക്ക് വേണൊരു നെയിം വേണം, കിച്ചുട്ടർ എന്നില്ല വേണേ. ബെൻക്യൂ എന്നാണ് ഇതിന്റെ പേര്, കമ്പനിയുടെ പേര്. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ ഫിറ്റ് ചെയ്യാ? ഇങ്ങനെ ഒരു സാധനം പൊക്കണോ മുകളിലേക്ക്, ഒരു സ്വിച്ച് പോലത്തെ സാധനം മുകളിലേക്ക് ഇങ്ങനെ അമർത്തണോ, താഴേക്ക് വിടണോ? സാർ അങ്ങനൊക്കെ ചോദിച്ചാൽ പോട്ടെ. ആ ട്യൂബ് എന്ത് ചെയ്യണം? ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. ടേൺ ഓൺ നോബ് ഓഫ് സ്റ്റവ് ഓൺലി ആഫ്റ്റർ റെഗുലേറ്റർ ഇസ് ടേൺഡ് ഓൺ. റെഗുലേറ്റർ ഓൺ ആക്കിയതിനു ശേഷം, സിലിണ്ടറിന്റെ അവിടെയുള്ള റെഗുലേറ്റർ ഓൺ ആക്കിയ ശേഷം മാത്രമേ സ്റ്റവ് ഓൺ ആക്കാൻ പാടുള്ളൂ. ഓൾവേസ് ബൈ LPG സിലിണ്ടർ ഫ്രം ഓതറൈസ്ഡ് ഫാരാഞ്ചേഴ്സ് ഉള്ളി. ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്ത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഡിസ്കണക്ട് LPG regulator and put on safety cap on cylinder when your gas stove is not in use for prolonged period. കുറെ നാൾ നമ്മൾ എന്താണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കാതിരുന്നാൽ സേഫ്റ്റി ക്യാപ്പ് നിങ്ങൾ ഓൺ ആക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് റബ്ബർ ട്യൂബിന് ലീക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സ്റ്റവ് ഓൺ ആക്കുമ്പോൾ ഓൺ ആക്കുന്നതിന് മുൻപ് തന്നെ റെഗുലേറ്റർ ഓൺ ആയിരിക്കണം. പിന്നെ എപ്പോഴും എന്താണ് സിലിണ്ടർ ഓതറൈസ് ഡീലറിനടുത്തേ വാങ്ങാൻ പാടുള്ളൂ. പിന്നെ സിലിണ്ടർ എന്താണ് ഉപയോഗിക്കാത്തപ്പോൾ, സ്റ്റവ് ഉപയോഗിക്കാത്തപ്പോൾ റെഗുലേറ്റർ എന്ത് ചെയ്യണം? ഊരിയിട്ട് റെഗുലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് സേഫ്റ്റി ക്യാപ്പ് സിലിണ്ടറിന്റെ മുകളിൽ ഓൺ ആക്കി വെക്കണം, അല്ല എന്താണ് ഘടിപ്പിച്ച് വെക്കണം. ഇത്ര എഴുതി വെച്ചാൽ മതി. പ്രിക്കോഷൻസ്, ബ്ലേവി, ലീക്ക് ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. ഓക്കെ, സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ല എന്തായാലും, അപ്പൊ കറക്റ്റ് തന്നെ കൂടെ എഴുതി വെക്ക്. ചിലർ ആംബുലൻസ് വിളിക്കുന്നൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും. പക്ഷെ അങ്ങനെ വേണ്ട. സാറിന്റെ 25 7 എന്നോ ഇത്ര കൂട്ടണ്ട, ഒന്ന് കുറച്ചേക്ക്, ഒന്ന് കുറയ്ക്കാം, കിട്ടും. ഓക്കെ മക്കളെ, ഇങ്ങനത്തെ ഒരു ഐറ്റം എന്താണ്? സിലിണ്ടറിന്റെ മുകളിൽ കാണും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സിലിണ്ടറിന്റെ ഡ്യൂ ഡേറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ എക്സ്പയറി ഡേറ്റ് ഡീകോഡ് ചെയ്യാൻ എക്സാമിൽ ചോദ്യം വരും. അപ്പൊ ഡീകോഡ് ചെയ്യാൻ എത്രയേ ഉള്ളൂ? ABCD എന്ന് എഴുതുക. മാസങ്ങളെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മാസങ്ങളെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3 വീതം 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിൽ A എന്ന് പറഞ്ഞാൽ അവസാനത്തെ മാസം മാർച്ച് ആണ്, B എന്ന് പറഞ്ഞാൽ അവസാനത്തെ മാസം ജൂൺ ആണ്, C എന്ന് പറഞ്ഞാൽ അവസാനത്തെ മാസം സെപ്റ്റംബർ ആണ്, D എന്ന് പറഞ്ഞാൽ അവസാനത്തെ മാസം ഡിസംബർ ആണ്. അത്രേ ഉള്ളൂ സംഭവം. 4 ആയിട്ട് മാസങ്ങളെ ഡിവൈഡ് ചെയ്യുക. അതിൽ ഓരോ A എന്ന് പറഞ്ഞ അവസാനത്തെ. പറയൂ മക്കളെ, C34 എന്ന് പറഞ്ഞ കോഡ് എന്താണ്? സർ, C എന്ന് പറഞ്ഞാൽ ഏതാണ്? C എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ്. അതിൽ സെപ്റ്റംബർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. സെപ്റ്റംബർ എന്ന് എഴുതുക. 34 എന്ന് പറഞ്ഞാൽ 2034, അത്രേ ഉള്ളൂ. 20 എന്ന് എഴുതിയിട്ട് ആ നമ്പർ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. 20 എന്ന് എഴുതി നമ്പർ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. 2034. സെപ്റ്റംബർ 2034 ആണ് ഈ സിലിണ്ടറിന്റെ എന്തുള്ളത്? ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ഉള്ളത്. ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്. ക്ലിയർ ആണല്ലോ? സാറിന്റെ കല്യാണത്തിന് ഞങ്ങൾ വരാം. സാറ് 20 അല്ലേ? സുഖിപ്പിക്കുന്ന ഒരാൾക്കാർ. എൻ്റെ വയസ്സ് 26 ആണ് കേട്ടോ. 26. ഓഗസ്റ്റിൽ 26 ആയി. ഇനി അടുത്ത ഓഗസ്റ്റിൽ 27 ആവും. പ്രായമായി വരുന്നു. കല്യാണത്തിന് വിളിക്കാം എല്ലാരും കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് LNG, CNG. LNGയും CNGയും ഫോസിൽ ഫ്യൂൽ ആണോ? അതെ, നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ട്സ് ആണ് LNGയും CNGയും. കംപ്രസ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്, ഫോസിൽ ഫ്യൂൽ തന്നെയാണ് ഇവര്. അപ്പൊ ആ സംശയത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇതിന് ചോദ്യം വരാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് LNG ആണ്. LNGയുടെ ഇമ്പോർട്ടൻസ് എന്താ? ഇമ്പോർട്ടൻസ് LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഈസിലി. അതിനെ ലിക്വിഡ് ആക്കിയാനുള്ള ഗുണം എന്താണ്? വോളിയം വളരെ കുറവായിരിക്കും. അപ്പൊ നന്നായി എളുപ്പത്തിൽ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഗ്യാസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊടുക്കുക ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര വോളിയം ആയിരിക്കും. ലിക്വിഡ് ആക്കിയിട്ട് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ടു ഗേഷ്യസ് ഫോം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ് ലൈൻസ്. എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്? വീണ്ടും ലിക്വിഫൈഡ് LNGനെ വീണ്ടും ഗേഷ്യസ് ഫോമിലേക്ക് ആക്കിയിട്ട് വീണ്ടും പൈപ്പ് ലൈൻ വഴി എന്താണ്? ഗ്യാസ് ആയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അല്ല ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. വീണ്ടും ഗ്യാസ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ
പൈപ്പ് ലൈൻ വഴി എളുപ്പമാണ്. അപ്പൊ അത് എഴുതി വെക്കുക. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ടു ഗേഷ്യസ് ഫോം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ് ലൈൻസ്. അപ്പൊ ലിക്വിഡ് ആക്കി ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഗ്യാസ് ആക്കിയിട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ക്ലിയർ ആണ്? ഇത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് ഇസ് കൂൾ ടു ലിക്വിഡ് സ്റ്റേറ്റ്. നാച്ചുറൽ ഗ്യാസിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൂൾ ചെയ്താൽ LNG കിട്ടി. അപ്പൊ CNG എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുമ്പോൾ ഉത്തരം പറയണം, കംപ്രസ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് കംപ്രസ് ടു ലെസ് ദാൻ 1% ഓഫ് ഇറ്റ്സ് വോളിയം അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നാച്ചുറൽ ഗ്യാസിനെ അതിന്റെ 1% വ്യാപ്തത്തിനേക്കാളും കുറവ് വ്യാപ്തത്തിലേക്ക് കംപ്രസ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുക കംപ്രസ് നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 1% വോളിയത്തിനേക്കാളും കുറവ് ആക്കിയാൽ അതിനെയാണ് CNG എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ മക്കളെ? ന്യൂമറിക്കൽസിന് ഇഷ്ടം പോലെ വീഡിയോസ് നാളെ വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, നാളെ വരും, കാണണം അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ബയോമാസ്. ബയോമാസ് എന്ന് പറഞ്ഞാ ചാണകം ഉള്ളൂ. മാത്രമല്ല ഫ്യൂവൽ സച്ച് ആസ് ഫയർവുഡ്, ഡ്രൈഡ് കൗഡങ്, ഉണക്കിയ ചാണകം, വിച്ച് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ നോൺ ആസ് ബയോമാസ്. പ്ലാന്റ്സിൽ നിന്നും ആനിമലിൽ നിന്നും അതിന്റെ വേസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ബയോമാസ് എന്ന് പറഞ്ഞാൽ. ബയോമാസിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓഹോ, അതെന്താ സാർ? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഡ്യൂ ടു പാർഷ്യൽ കമ്പഷൻ. ഭാഗിക ജ്വലനമാണ് ഇവൻ ഉണ്ടാവുക എപ്പോഴും. അതായത് കാർബൺ മോണോക്സൈഡ് ആണ് കൂടുതൽ ഉണ്ടാക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാവും. പ്രകൃതിക്ക് കുറച്ച് ഹാനികരമാണ്, കാരണം പാർഷ്യൽ കമ്പഷൻ ആണ്. ഹീറ്റ് എനർജി ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ലിബറേറ്റഡ്. പാർഷ്യൽ കമ്പഷൻ ആയതുകൊണ്ട് ഹീറ്റ് എനർജി കാര്യമായിരുന്നാണ് ഉണ്ടാവില്ല. ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവാണ്. റിക്വയർസ് എ ലോട്ട് ഓഫ് സ്പേസ് ടു സ്റ്റോർ. കൂടുതൽ സ്ഥലം വേണം, ഭയങ്കര സ്ഥലം വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പം പരീക്ഷ ചോദിക്കാം വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബയോമാസ് ചോദിക്കുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല, സൂപ്പറാന്ന് പറയരുത്, പറഞ്ഞു കൊടുക്കണം. പാർഷ്യൽ കമ്പഷൻ ആണ്, ഹീറ്റ് എനർജി വളരെ കുറവാണ്, ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവാണ്, അതേസമയം ഭയങ്കര സ്ഥലം വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ബയോമാസ് തെറ്റാണ്. ഇനി ബയോഗ്യാസ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചു? ഫോസിൽ ഫ്യൂവൽസ് മൊത്തം പഠിച്ചു, LPG മൊത്തം പഠിച്ചു, LPGയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു, പ്രിക്കോഷൻസ്, ലീക്കായാലും എല്ലാം പഠിച്ചു. CNG LNG പഠിച്ചു, അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പഠിച്ചു. ബയോമാസ് പഠിച്ചു. നെക്സ്റ്റ് പഠിക്കണം ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ബയോമാസിനെ, ചാണകത്തിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാന്റ് വേസ്റ്റിനെ പിടിച്ചിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടുക, ബയോമാസിനെ തന്നെ ഇതിലിടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബയോഗ്യാസ് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. വെൻ ബയോമാസ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ബയോഗ്യാസ് പ്ലാന്റ്, in the absence of oxygen we get biogas. ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ നമുക്ക് എന്ത് കിട്ടും? ബയോഗ്യാസ് കിട്ടും. എങ്ങനെ കിട്ടുക? ബാക്ടീരിയ കൺവേർട്സ് ബയോമാസ് ടു ബയോഗ്യാസ്. The slurry given out by biogas plant is a good manure. മാത്രമല്ല ബാക്ടീരിയ എന്ത് ചെയ്യും? ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റും. സൂപ്പറാണ് ബയോഗ്യാസ്. വെറുതെ ഇപ്പൊ ഈ ഗ്യാസ് മണക്കാൻ വേണ്ടിയിട്ടല്ല, ഉപയോഗിക്കാൻ വേണ്ടി, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതിനാണ് നല്ലത്. സർ ബയോഗ്യാസ് കുറച്ച് തിന്നാലോ എന്ന് വിചാരിക്കരുത്. മാത്രമല്ല ഇതിന്ന് കുറച്ച് വേസ്റ്റ് പുറത്തു വരും, സ്ലറി എന്ന് പറയും. അതൊരു ചാണകം പോലെ തന്നെ ഉണ്ടാവും. അതെന്ത് ചെയ്യാം? നമുക്ക് നല്ല വളമായിട്ട്, മെന്യൂറായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, ഇതുവരെ സെറ്റാണ്. നെക്സ്റ്റ്, ബയോഗ്യാസിന്റെ ഗുണം എന്താണ്? ബയോഗ്യാസ് ഗിവ്സ് മോർ ഹീറ്റ് ദാൻ ബയോമാസ്. ബയോമാസിനെക്കാളും കൂടുതൽ ഹീറ്റ് എനർജി തരും. ബയോഗ്യാസ് കോസസ് ലെസർ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ദാറ്റ് ബയോമാസ്. ബയോമാസിനെക്കാളും കുറവ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ തരുള്ളൂ. അപ്പൊ എന്തൊക്കെയാ അഡ്വാൻറ്റേജ്? ഒന്ന് സ്ലറി തരും, പിന്നെ നല്ല ഹീറ്റ് തരും, അതായത് കലോറിഫിക് വാല്യൂ കൂടുതലായിരിക്കും. മാത്രമല്ല അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സെറ്റാണ് മക്കളെ? സ്റ്റുഡിയോ ടൂർ വേഗം തന്നെ വരും കേട്ടോ. ഇതിന്റെ പരീക്ഷയുടെ തിരക്ക് കഴിഞ്ഞോണ്ട് സ്റ്റുഡിയോ ടൂർ വരും. അപ്പൊ ബയോഗ്യാസും ബയോമാസും തെറ്റാണല്ലോ. ഇമ്പോർട്ടന്റ് ആണ്. ബയോഗ്യാസിന്റെ ഡിസഡ്വാൻറ്റേജും ബയോമാസിന്റെ ഡിസഡ്വാൻറ്റേജും ബയോഗ്യാസിന്റെ അഡ്വാൻറ്റേജും. നെക്സ്റ്റ് പഠിക്കാനുള്ള അവസാനത്തെ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇറ്റ് ഈസ് ദി ഫ്യൂവൽ ഹാവിംഗ് ഹൈയസ്റ്റ് കലോറിക് വാല്യൂ. എക്സാമിന് ചോദിക്കും ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണ്? ഹൈഡ്രജൻ അല്ല, കോളാണ്, കൽക്കരിയാണ്. ഏറ്റവും കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽ എന്താണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽ to produce electricity by combining hydrogen and oxygen. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവുമല്ല, വെള്ളം ഉണ്ടാവും, പക്ഷെ അതിനൊപ്പം ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അതിന് വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കും. എവിടെ? ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കും. ഓക്കെ, വൈ നോട്ട് യൂസ് ആസ് ഡൊമസ്റ്റിക് ഫ്യൂവൽ? എക്സാമിന് ചോദിക്കും എന്തുകൊണ്ടാണ് ഗാർഹിക ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത്? ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഒക്കെ അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം
ഡ്യൂ ടു ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ദർ വിൽ ബി എക്സ്പ്ലോഷൻ. ഹൈഡ്രജന്റെ പ്രശ്നം എന്താണ്? അതിന്റെ ജ്വലന നിരക്ക് വളരെ കൂടുതലാണ്. അപ്പൊ പെട്ടെന്ന് ഇത് കമ്പഷൻ സംഭവിക്കും. ഹൈ റേറ്റ് ഓഫ് കമ്പഷൻ ആണ്, അപ്പൊ പെട്ടെന്ന് എക്സ്പ്ലോഷൻ സംഭവിക്കാം. ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലമേബിൾ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ. പെട്ടെന്ന് അത് കത്തിപ്പോവും. ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഇസ് നോട്ട് ഈസിലി അവൈലബിൾ ആൻഡ് കോസ്റ്റ്ലി. ഈസിലി അവൈലബിളും അല്ല, സുലഭവുമല്ല, എന്നാൽ പൈസയും ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ഫ്യൂവൽ ആയിട്ട് അല്ലെ ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാതെ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണ്, ബുദ്ധിമുട്ടില്ല ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതോടെ ഈ പേജും കഴിഞ്ഞു. അപ്പൊ എത്ര പേജ് കഴിഞ്ഞു? നമ്മുടെ 2 പേജ് കഴിഞ്ഞു. 2 പേജും കൂടി ഉള്ളൂ. സാർ 2 പേജും കൂടിയോ? 2 പേജും കൂടി ഉള്ളൂ. 2 പേജും കൂടെ ചാപ്റ്റർ തീർന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ഖത്തം, തീർന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തീർന്നു പരിപാടി. ഓക്കെ, കലോറിഫിക് വാല്യൂ എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? വാട്ട് ഈസ് മെൻ ബൈ കലോറിഫിക് വാല്യൂ? ഇത്രയുള്ള മക്കളെ, 1 കിലോ ഇന്ധനം എടുക്കുക, അതിനെ കത്തിക്കുക, എത്ര ഹീറ്റ് കിട്ടുന്നു അതിനെയാണ് നമ്മൾ ആ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുക. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 കിലോ ഓഫ് ഫ്യൂവൽ, ഏതെങ്കിലും ഫ്യൂവൽ, വാട്ട് എവർ ഫ്യൂവൽ, ഈസ് കോൾഡ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ. അതാണ് അവന്റെ കലോറിഫിക് വാല്യൂ. 1 കിലോ ഫ്യൂവൽ എത്രത്തോളം ഹീറ്റ് തരുന്നു അതാണ് കലോറിഫിക് വാല്യൂ. ഇറ്റ്സ് യൂണിറ്റ് എന്താണ്? യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ജൂൾ പെർ കിലോഗ്രാം അല്ല, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ഫ്യൂവൽ, അങ്ങനെയാണെങ്കിൽ പരീക്ഷ ചോദിക്കും എന്താണ് ഒരു ഗുഡ് ഫ്യൂവലിന്റെ പ്രോപ്പർട്ടി? ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക, ഹൈ കലോറിഫിക് വാല്യൂ. ഹൈ കലോറിഫിക് വാല്യൂ, ഹൈ കലോറിഫിക് വാല്യൂ ഈസിലി അവൈലബിൾ ആയിരിക്കണം, ലോ കോസ്റ്റ് ആയിരിക്കണം, പൈസ ഉണ്ടാവാൻ പാടില്ല, കുറച്ച് പൈസ കൊടുത്താൽ മതി. ഈസി ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്, നോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. വളരെ ഒബ്വിയസ് ആണ്. ഒരു 3 എണ്ണോ 4 എണ്ണോ ഓർത്ത് വെക്കുക. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും ഒരു നല്ല ഇന്ധനങ്ങളുടെ ഗുണഫലങ്ങൾ അല്ലെ പ്രോപ്പർട്ടീസ് എന്ന് ചോദിക്കും. പറയണം അവൈലബിൾ ആയിരിക്കണം, ലോ കോസ്റ്റ് ആയിരിക്കണം, നല്ല കലോറിഫിക് വാല്യൂ ഉണ്ടാവണം, പിന്നെ ഈസി ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ടാവണം, നോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓൺ ബേണിംഗ്. പിന്നെ ഇതല്ലാണ്ട് വേറെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ എളുപ്പത്തിൽ എത്തണം, അങ്ങനെ ആവശ്യമില്ല, ഇത് മതി. ഓക്കെ, അപ്പൊ ഫ്യൂവൽസിനെ പറ്റിയുള്ള ഭാഗം കഴിഞ്ഞു, ചാപ്റ്ററിന്റെ പകുതി കഴിഞ്ഞു, ഫ്യൂവൽസ് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ സ്റ്റേഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞാൽ തിയറി കൂടുതലുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻസ് അപ്പൊ കുറച്ച് ചെയ്താൽ മതി. പവർ സ്റ്റേഷൻസ് മകളെ 3 പവർ സ്റ്റേഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. 1 ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, 2 തെർമൽ പവർ സ്റ്റേഷൻ, 3 ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ആ പരിപാടിയാണ്. ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ വെള്ളം ഹൈറ്റിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ അതിനെന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, സ്ഥിതികോർജം ഉണ്ടാവും. അത് ഒഴുക്കി വിടുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി മാറും, ഗതികോർജമായി മാറും. എന്നിട്ട് അതെന്ത് ചെയ്യും മക്കളെ? ടർബൈനെ കറക്കും. അത് മെക്കാനിക്കൽ എനർജിയാണ്. ടർബൈൻ കറങ്ങിയാൽ AC ജനറേറ്റർ വർക്ക് ചെയ്ത് ഇലക്ട്രിക് എനർജി പുറത്തേക്ക് തരും. ഇതാണ് എനർജി കൺവേർഷൻ. ബേസിക്കലി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറും. പക്ഷേ മൊത്തം എനർജി കൺവേർഷൻ ചോദിച്ചാൽ പറയണം പൊട്ടൻഷ്യൽ എനർജി വെള്ളത്തിന്റെ കൈനറ്റിക് എനർജിയായി മാറും, കൈനറ്റിക് എനർജി ടർബൈന്റെ മെക്കാനിക്കൽ എനർജിയായി മാറും, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയായി മാറും. ഇതാണ് മൊത്തം ഊർജ്ജ മാറ്റം. സെറ്റ് ആണോ മക്കളെ? ഓക്കെ. തെർമൽ പവർ സ്റ്റേഷനിൽ എന്ത് സംഭവിക്കുക? സാർ എന്താ ഈ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? മക്കളെ ഈ കൽക്കരി അല്ലെങ്കിൽ പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് നാഫ്ത ഇതൊക്കെ കത്തിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റീം ഉണ്ടാവില്ല. വെള്ളം തിളപ്പിക്കുമ്പോൾ ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കും, ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഇതാണ് തെർമൽ പവർ സ്റ്റേഷൻ. ബേസിക്കലി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? കൽക്കരിയോ അല്ലെങ്കിൽ നാഫ്തയോ, അത്രയേ ഉള്ളൂ സംഭവം. ഓഹോ, തെർമൽ പവർ പ്ലാന്റിൽ കൽക്കരിയുടെയോ അല്ലെങ്കിൽ നാഫ്തയുടെയോ കെമിക്കൽ എനർജി കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി അല്ലേ ഉണ്ടാവുന്നത്. കെമിക്കൽ എനർജി വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവും. ഹീറ്റ് എനർജി ഉണ്ടായി വെള്ളം തിളപ്പിച്ച് സ്റ്റീം ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റീം എന്ത് ചെയ്യും? സ്റ്റീം പോയിട്ട് ടർബൈൻ കറക്കും, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അത്രയുള്ള സംഭവം. കെമിക്കൽ എനർജി കൽക്കരിയുടെ അല്ലെങ്കിൽ നാഫ്തയിൽ നിന്ന് ഹീറ്റ് എനർജി ഉണ്ടാവും, മെക്കാനിക്കൽ എനർജി ഉണ്ടാവും, ടർബൈൻ കറങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി, ഇത്രയുള്ള സംഭവം. പ്രോസസ്സ് വല്ലതും ചോദിച്ചാൽ അത് എഴുതി വെക്കുക. കോളോ അല്ലെ നാഫ്റ്റയോ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് സ്റ്റീം ഉണ്ടാവും, സ്റ്റീം പോയി ടർബൈൻ കറക്കും, ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ സെയിം പരിപാടി തന്നെ. കൽക്കരി കത്തിക്കുന്നതിന് പകരം ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തും. ന്യൂക്ലിയർ എന്ത് നടത്തും? നമ്മൾ കാണും. ഫ്യൂഷൻ നടക്കുകയാണോ ഫിഷൻ ആണോ? ഫിഷൻ നടത്തും. ന്യൂക്ലിയർ ഫിഷൻ നടത്തി എനർജി കിട്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതന്നെ വെള്ളം തിളപ്പിച്ച് ഹീറ്റ് സ്റ്റീം ഉണ്ടാക്കി ടർബൈൻ കറക്കി മെക്കാനിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇത്രയുള്ള പരിപാടി. ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ഹീറ്റ് എനർജി ഉണ്ടാക്കും,
മെക്കാനിക്കൽ ടർബൈൻ കറക്കി മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കും, അവസാനം ഇലക്ട്രിക്കൽ എനർജി. ഇത്രേ ഉള്ളൂ. വെള്ളം തിളപ്പിച്ചിട്ട് ടർബൈൻ കറക്കുന്ന പരിപാടി തന്നെയാണ് എല്ലായിടത്തും. ഇവിടെ അത് കെമിക്കൽ എനർജി എന്നാ കിട്ടുക, ഇവിടെ അത് ഹീറ്റ് ന്യൂക്ലിയർ എനർജി എന്നാ കിട്ടാന്ന് വ്യത്യാസമുള്ളൂ. അയ്യേ അത്രേ ഉള്ളൂ സാർ. വെള്ളം തിളപ്പിക്കുകയാണോ ഇവിടെ പവർ സ്റ്റേഷനിൽ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സോളാർ എനർജി. സോളാർ എനർജിയിൽ ഫസ്റ്റ് പഠിക്കാനുള്ള സോളാർ സെല്ലിനെ പറ്റിയിട്ടാണ്. സോളാർ സെല്ലിന്റെ പണി എന്താണ്? ഇറ്റ് കൺവേർട്സ് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഒരു സോളാർ സെൽ എന്താ ചെയ്യുക? സോളാർ എനർജിനെ സ്വീകരിച്ച് അത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും, അത്രേ ഉള്ളൂ. ഈ സോളാർ സെല്ലായിട്ട് ഉപയോഗിക്കുന്ന ആളുടെ പേരെന്താണെന്ന് എക്സാമിൽ ചോദിച്ചാൽ എഴുതി വെക്കണം. PN ജംഗ്ഷൻ ഡയോഡ്. 1 മാർക്ക് ചോദ്യമാണ്. PN ജംഗ്ഷൻ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് സോളാർ സെൽ. ഈ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ സോളാർ സെല്ലാണ്. ഈ സോളാർ സെല്ല് മാത്രം വെച്ചിട്ട് നമുക്ക് കുറെ ഇലക്ട്രിസിറ്റി കിട്ടുമോ? ഇല്ല. കുറെ കുഞ്ഞു കുഞ്ഞു സോളാർ സെല്ലുകൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, നല്ല ഇലക്ട്രിസിറ്റി കിട്ടുക. ഈ കുറെ കുഞ്ഞു കുഞ്ഞു സോളാർ സെല്ല് ചേർന്നുണ്ടാവുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് സോളാർ പാനൽ. A large number of solar cells assembled to form a solar panel. Set ആണോ? ഇനി സോളാർ പാനലിന്റെ ഉപയോഗങ്ങൾ എവിടെയാണെന്ന് ചോദിക്കും. എഴുതി വെക്കുക. ട്രാഫിക് സിഗ്നൽ ലാംപ്സ്. ട്രാഫിക് സിഗ്നലിലൊക്കെ സോളാർ പാനൽ ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കൂടുതലും സോളാർ പാനലാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, സ്പേസ് സ്റ്റേഷൻ, ദൂരമുള്ള സാറ്റലൈറ്റ്, സ്പേഷ്യലുള്ള സാറ്റലൈറ്റ്സ് സ്പേസ് സ്റ്റേഷനിലൊക്കെ എവിടെ എന്താ ഉപയോഗിക്കുക? അവിടെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ കേബിൾ ഉപയോഗിക്കാൻ പറ്റും. KSEBന്ന് കേബിൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ സണ്ണിൽ നിന്നുള്ള നേരെയുള്ള എനർജി ഉപയോഗിക്കണം സോളാർ പാനൽ. പിന്നെ സോളാർ ഫോട്ടോ വോൾട്ടൈക് പവർ പ്ലാന്റ്സ് അങ്ങനെ പഠിച്ചു വെച്ചോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ ഉള്ളത് സോളാർ ഫോട്ടോ വോൾട്ടൈക് പവർ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി ഇൻ റിമോട്ട് ഏരിയാസ്. ഓക്കെ. ഈ പച്ച കളറിൽ കൊടുത്തതൊക്കെ എന്തിനാ പച്ച കളറിൽ കൊടുത്തത്? അവിടെയൊക്കെ സോളാർ പാനൽസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമിന് ചോദിക്കും എവിടെയൊക്കെയാണ് സോളാർ പാനൽസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുക? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ, സ്പേസ് സ്റ്റേഷനിൽ, പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത റിമോട്ട് ഏരിയാസ്, ഇലക്ട്രിക് ഗ്രിഡ് ഇല്ലാത്ത അവിടെയൊക്കെ സോളാർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ സോളാർ സെല്ല് മാത്രമേ അല്ലെ പാനൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രാഫിക് സിഗ്നലിലും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ അല്ലാണ്ട് നിങ്ങൾക്ക് വേണം വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ ഇവിടെ പച്ച കളറിൽ കൊടുത്തൊക്കെ സോളാർ പവർ പാനൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോളാർ പാനൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ്. ലിമിറ്റേഷൻസ് എന്താ ചോദിക്കും എക്സാമിൽ. ഇതൊക്കെ ചോദ്യങ്ങളാണ്. 1 മാർക്ക് 2 മാർക്കൊക്കെ ഉള്ളൂ, പക്ഷെ ചോദ്യങ്ങളാണ്. ചോദിക്കും എന്താണ് സോളാർ സെല്ലിന്റെ ലിമിറ്റേഷൻസ്? മഴയുള്ളപ്പോൾ വർക്ക് ചെയ്യില്ല, രാത്രി വർക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ സംഭവം. കനോട്ട് ബി യൂസ്ഡ് ഇൻ നൈറ്റ്, കനോട്ട് ബി യൂസ്ഡ് ഇൻ ക്ലൗഡി ഓർ റെയിനി അറ്റ്മോസ്ഫിയർ, അത്രേ ഉള്ളൂ. രാത്രി ഉപയോഗിക്കാൻ പറ്റില്ല, സണ്ണുള്ളപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ റെയിനുള്ളപ്പോഴും ക്ലൗഡി അറ്റ്മോസ്ഫിയറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അയ്യേ ഇത്രേ ഉള്ളൂ. PN ജംഗ്ഷന്റെ വർക്കിംഗ് എക്സാമിന് ഇതിനെ ചോദിച്ചിട്ടില്ല. ചോദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പഠിച്ചേക്ക മക്കളെ, ഇത്രയേ ഉള്ളൂ. PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിയും എൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മക്കളെ? പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ്. പ്ലസ് ടുവിൽ നിങ്ങൾ പഠിക്കും. ഇവിടെ പഠിച്ചു വെച്ചോ. ഈ പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഈ എന്നിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഈ PN ജംഗ്ഷൻ ഡയോഡ് എന്താണ്? നമ്മൾ സോളാർ സെല്ലാണ് നമ്മുടെ. അപ്പൊ ഈ എന്നിൽ വന്നിട്ട് സോളാർ എനർജി, അതായത് സൺലൈറ്റ് വന്ന് വീഴും, എന്നിൽ വീഴും. അപ്പൊ എന്താ സംഭവിക്കുക? ആ എന്നിലെ കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നൈസായിട്ട് എന്നിലെ കുറച്ച് ഇലക്ട്രോൺസ് നൈസായിട്ട് എങ്ങോട്ട് പോകും? കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവേ, ഇലക്ട്രോൺസ് നൈസായിട്ട് പിയിലേക്ക് പോകും. പറഞ്ഞ് പിയിലേക്ക് പോകും. ഇലക്ട്രോൺസ് പോകാന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടായില്ലേ? കഴിഞ്ഞു. അപ്പൊ കറണ്ട് ഉണ്ടാവും. കറണ്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും, പരിപാടി തീർക്കും. ഇങ്ങനെയാണ് സോളാർ സെല്ല് സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കാൻ നിങ്ങൾക്ക് വരണം. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് അങ്ങോട്ട് ഇംഗ്ലീഷിൽ മലയാളത്തിലാക്കി എഴുതി വെച്ചാൽ മതി. PN junction diode working, it has PN n sides, PU n side ഉണ്ട്. When solar energy falls on n side, solar energy n side വീഴുമ്പോൾ of a solar cell, a small electric current is obtained due to flow of electrons to P region from N region. N region നിന്ന് P regionിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അത് മൂലം ഒരു കറണ്ട് ഉണ്ടാവുന്നു. This phenomenon is called photovoltaic effect. ഇതിനെയാണ് നമ്മൾ photovoltaic effect എന്ന് വിളിക്കുക. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ലൈറ്റിൽ നിന്ന് വോൾട്ട്, വോൾട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കുന്ന എഫക്ട്, ലൈറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന എഫക്ട്. The electrical energy is stored in batteries. ഇത്രയുള്ള സംഭവം. അപ്പൊ എക്സാമിൽ പല രീതിയിൽ ചോദിക്കാം. എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് സോളാർ സെൽ. വാട്ട് ഈസ് മെന്റ് ബൈ ഫോട്ടോവോൾട്ടൈക് എഫക്ട്? സെയിം ആൻസർ ആണ്. ആൻസർ സെയിം ആണ്, ചോദ്യം വേറെ വേറെ ആണെങ്കിലും. ഓക്കെ. ഡിവൈസസ് വിത്തൗട്ട് സോളാർ പാനൽ. ഈ സോളാർ എനർജി നമുക്ക് ഉപയോഗിക്കണ സോളാർ പാനൽ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാണ്. ഈ സോളാർ എനർജി ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഉണ്ട്. ആരൊക്കെയാണ്? സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ,
അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല. സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ നേരെ എന്താണ് സോളാർ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു വെള്ളം. സോളാർ കുക്കർ എന്ന് പറഞ്ഞാൽ നേരെ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കുക്ക് ചെയ്യുന്നു. അവിടെ സോളാർ പാനൽ ഇല്ല. അപ്പൊ എക്സാമിന് ചോദിക്കാം, സോളാർ പാനൽ ഇല്ലാത്ത സോളാർ എനർജിയുള്ള ഡിവൈസ് എന്താണ്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ. സെറ്റ് ആണോ മക്കളെ? റെഡി ആണോ മക്കളെ? ഓക്കെ. ഇനി സോളാർ എനർജിന്റെ ഒരു ഐറ്റം കൂടി പഠിക്കാണ്ട്, സോളാർ തെർമൽ പവർ പ്ലാന്റ്. മക്കൾ, ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് ടർബൈൻ കറക്കി എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലമാണ് തെർമൽ പവർ പ്ലാന്റ്. സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്തായിരിക്കും ഉപയോഗിക്കുക? സോളാർ എനർജി ആയിരിക്കും ഉപയോഗിക്കുക. സോളാർ എനർജി ഉപയോഗിച്ച് വെള്ളം തിളപ്പിക്കും. അതെങ്ങനെയാ സാർ? സിമ്പിൾ ആണ്. ഇവിടെ കുറെ കോൺകേവ് റിഫ്ലക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോളാർ ഫർണസിൽ എന്താ ഉപയോഗിക്കുക? കോൺകേവ് മിറേഴ്സ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തെർമൽ പ്ലാന്റിൽ അതിനെ ഉപയോഗിക്കുക. അപ്പൊ ഈ കോൺകേവ് റിഫ്ലക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൺലൈറ്റിനെ എവിടേക്ക് ഫോക്കസ് ചെയ്യും? ഈ കളറുള്ള, ഈ ബ്ലാക്ക് കളറുള്ള പൈപ്പ്, ഇത് ബ്ലാക്ക് കളറുള്ള പൈപ്പാണ്, അതിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ബ്ലാക്ക് കളറിനുള്ളിൽ പൈപ്പ് എന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ സ്റ്റീം ഉണ്ടാവും. സ്റ്റീം ഉണ്ടായി കഴിഞ്ഞാൽ ടർബൈൻ കറങ്ങും. ടർബൈൻ കറങ്ങി ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇത്രയുള്ള സംഭവം. അപ്പൊ സോളാർ തെർമൽ പവർ പ്ലാന്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി യൂസിങ് സോളാർ എനർജി. Concave reflectors are used to focus the sun's rays on blackened pipes filled with water. Concave reflectors ഉപയോഗിച്ച് സണ്ണിന്റെ റേ എന്നാണ് ബ്ലാക്കൻഡ് പൈപ്സിൽ, ബ്ലാക്ക് കളറുള്ള പൈപ്പിൽ എന്താണ് വെള്ളം നിറച്ചിരിക്കുന്ന പൈപ്പിലേക്ക് എന്താ ഫോക്കസ് ചെയ്യും. എന്തിനാ ബ്ലാക്ക് കളർ? മാക്സിമം സൺലൈറ്റ് അബ്സോർവ് ചെയ്യും. ആസ് എ റിസൾട്ട് വാട്ടർ ബോയിൽസ് ആൻഡ് വേപ്പറൈസസ്. വാട്ടർ ബോയിൽ ചെയ്യും, വേപ്പറൈസ് സ്റ്റീം ആയി മാറും. The steamer rotates a steam turbine so that the generator attached to it, turbine is activated and electricity is produced. എഴുതി വെച്ചാൽ മതി. സെയിം പരിപാടി തെർമൽ പവർ സ്റ്റേഷനിൽ, സെയിം പരിപാടി. അവിടെ കൽക്കരി കത്തിച്ചിട്ട് സ്റ്റീം ഉണ്ടാക്കുന്നു, ഇവിടെ സോളാർ എനർജി ഫോക്കസ് ചെയ്തിട്ട് സ്റ്റീം ഉണ്ടാക്കുന്നു. സെയിം പരിപാടിയാണ് അവസാനം. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ എനർജിയാണ് മക്കളെ. ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് എ ഹെവി ന്യൂക്ലിയസ് to release energy is called nuclear fission. രണ്ട് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ, മറ്റൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ. ഒരു വലിയ ന്യൂക്ലിയസ് രണ്ട് കുഞ്ഞു ന്യൂക്ലിയസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ഇതിനെ വിളിക്കുക? ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. ഒരു വലിയ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനം, ആറ്റത്തിന്റെ ചുറ്റും ഇലക്ട്രോൺസ്, ഉള്ളിൽ ന്യൂക്ലിയസ് അല്ലേ. ആ ഒരു വലിയ ന്യൂക്ലിയസിനെ നമുക്ക് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിന് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കും. ഫിഷൻ. ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കുറച്ച് എക്സ്ട്രാ എനർജിയും കൂടെ കിട്ടും. ആ എനർജിയാണ് നമ്മുടെ ന്യൂക്ലിയർ എനർജി. ഓക്കെ. അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ഈസ് യൂസ്ഡ് ഇൻ ആറ്റം ബോംബ്. ഈ റിയാക്ഷൻ എനർജി തരും. അത് കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ വലിച്ചും വാരി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഭയങ്കര എനർജി ഉണ്ടാവും. അതാണ് ആറ്റം ബോംബിൽ സംഭവിക്കുക. ഓക്കെ. കൺട്രോൾഡ് ന്യൂക്ലിയർ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ റിയാക്ടറിൽ. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടും, അനാവശ്യമുള്ള എനർജി അല്ല. അങ്ങനെ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ എവിടെ ഉപയോഗിക്കുക? ന്യൂക്ലിയർ റിയാക്ടറിൽ അഥവാ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കും. ഏത് കൺട്രോൾ ന്യൂക്ലിയർ റിയാക്ഷൻ? ന്യൂക്ലിയർ ഫിഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആവുന്ന പരിപാടിയാണ്. അത് കൺട്രോൾഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കാം. അൺകൺട്രോൾഡ് ആണ് ആറ്റം ബോംബിൽ ഉപയോഗിക്കരുത്, പക്ഷെ ഉപയോഗിക്കാം. ഓക്കെ. The process of releasing energy by combining light nuclei is called nuclear fusion. അപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ രണ്ട് ചെറിയ ന്യൂക്ലിയസ് വലിയ ന്യൂക്ലിയസ് ആയി മാറുന്നതാണ് മക്കളെ ഫ്യൂഷൻ. വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആയി മാറുകയാണെങ്കിൽ അത് ഫിഷൻ. ചെറിയ ന്യൂക്ലിയസ് വലിയ ന്യൂക്ലിയസ് ആയി മാറുകയാണെങ്കിൽ അത് ഫ്യൂഷൻ. ഫ്യൂഷന്റെ സമയത്ത് എന്താണ്? എനർജി റിലീസ് ചെയ്യും. കുറച്ച് എനർജി എപ്പോഴും എന്താണ് പുറത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണ് മക്കളെ? ഈ ഫ്യൂഷൻ എന്താണ്? എർത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് അത് ചെയ്ത് എനർജി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഏത് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ന്യൂക്ലിയർ ഫിഷൻ ആണെന്ന് പറയും. ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ അഥവാ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ചെയ്യാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എവിടെ ഉണ്ടാവുക? ഹൈഡ്രജൻ ബോംബിൽ ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആറ്റം ബോംബിൽ ഫിഷൻ ആണ്, ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൺ പ്രൊഡ്യൂസസ് എനർജി യൂസിങ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സണ്ണും എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അവന്റെ ലൈറ്റ് ഉണ്ടാക്കുന്നത്. സൂര്യൻ, ക്ലിയർ ആണല്ലോ? സൂര്യൻ എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫിഷൻ അല്ല, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ ഫ്യൂഷന്റെ രണ്ട് ആപ്ലിക്കേഷൻസ്, ഒന്ന് ഹൈഡ്രജൻ ബോംബ്, മറ്റേ സണ്ണ്. എർത്തിലെ പവർ പ്ലാന്റ്സിലൊന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതോടെ ഈ സ്ലൈഡും കഴിഞ്ഞ് ഒരൊറ്റ സ്ലൈഡും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഈ ഒരൊറ്റ സ്ലൈഡും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. പിന്നെ ക്വസ്റ്റ്യൻസും കുറച്ച് 1-2 A+ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും. 2 മണിക്ക് നമ്മൾ ലൈവ് തീർക്കും. ഓക്കെ, റെഡി ആണോ? തീർക്കാം. വാ വാ വാ, ലാസ്റ്റ് മൊമെന്റ്സ് ആണ്, ഉഴപ്പരുത് ഈ സമയം. വാ, എനിക്കറിയാം മടി ഉണ്ടാവുന്നു, പക്ഷെ ഉഴപ്പരുത്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്താ സംഭവിക്കുക? ഇറ്റ് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട് ഹീറ്റ് എനർജി ഉണ്ടാക്കും, ഹീറ്റ് എനർജി ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ടർബൈൻ കറക്കും, ടർബൈൻ കറക്കി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ പറ്റും. അതാണ് അതിന്റെ ഇടയിൽ സംഭവിക്കുന്നത്. ഓക്കെ, അത് എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയർ പവർ പ്ലാന്റ് അഥവാ പവർ സ്റ്റേഷനിൽ. അത് ആ സാധനം പവർ പ്ലാന്റ് അല്ലെ പവർ സ്റ്റേഷൻ പേര് ഓർത്ത് വെച്ചു. ഏത് ഫ്യൂവലാണ് അവിടെ ഉപയോഗിക്കുന്നത്? യുറേനിയം ആണ് ഉപയോഗിക്കുന്നത്. യുറേനിയം ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണെന്ന് ചോദിച്ചാൽ യുറേനിയം എന്ന് പറയണം. ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ ഫ്യൂൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക കാർബൈഡ് ഫ്യൂൽ. അപ്പൊ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഇൻഡിജീനിയസ് ഫ്യൂൽ. സ്വന്തമായിട്ടുള്ള ഫ്യൂൽ എന്താണ്? കാർബൈഡ് ഫ്യൂൽ. യുറേനിയം ആണ് ഉപയോഗിക്കുക, പക്ഷെ ഇന്ത്യ ഉണ്ടാക്കിയതാരാണ്? കാർബൈഡ് ഫ്യൂൽ. അതും എക്സാമിൽ ചോദിക്കും. The pollution caused by radioactive substances or radiations from them, അതായത് ന്യൂക്ലിയർ റിയാക്ഷൻ, is called nuclear pollution. എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് ന്യൂക്ലിയർ പൊല്യൂഷൻ? ന്യൂക്ലിയർ റിയാക്ഷൻസ് അല്ലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് ഉണ്ടാവുന്ന പൊല്യൂഷനെയാണ് നമ്മൾ വിളിക്കുക, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വഴി ഉണ്ടാകുന്ന പൊല്യൂഷൻ ആണ് വിളിക്കുക ന്യൂക്ലിയർ പൊല്യൂഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഓർത്ത് വെച്ചു. ഓക്കെ, ഇനി ഇതിന്റെ പ്രിക്കോഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് എക്സാമിൽ അങ്ങനെ ചോദിക്കാറില്ല, അപ്പൊ ഞാൻ വായിച്ച് പഠിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സേഫ് പ്ലേസിലേക്ക് പോവുക, കൺസേൺഡ് അതോറിറ്റീസ് പറയുന്ന കൃത്യമായിട്ട് കേൾക്കുക, സിമ്പിൾസ് ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ റേഡിയേഷൻ്റെ സിമ്പിൾസ് ഒബ്സർവ് ചെയ്യുക, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻസ് കുറയ്ക്കുക, ഓൾസോ പൊട്ടാഷ്യം അയോഡൈഡ് ടാബ്ലറ്റ്സ് വേണമെങ്കിൽ എടുക്കുക. ഇതൊരു 2-3 എണ്ണം ഓടിച്ച് പഠിച്ച് വെച്ച് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സത്യം പറയാലോ. അതുപോലെ 2 ടൈപ്പ് ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ട്, നാച്ചുറൽ മാൻമെയ്ഡും. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കാം, തലയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചേക്ക്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ കോസ്മിക് റേസ് ഫ്രം സ്പേസ്. സ്പേസിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് നാച്ചുറൽ ന്യൂക്ലിയർ പൊല്യൂഷൻ ആണ്. റേഡിയേഷൻസ് ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. എർത്തിൽ തന്നെ കുറേ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്, യുറേനിയം പോലത്തെ. അപ്പോൾ അവിടുന്ന് പൊട്ടാഷ്യം ഒക്കെ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് വരും, അപ്പം റേഡിയേഷൻസ് വരും. അതൊന്നും എന്താണ്? നാച്ചുറൽ പൊല്യൂഷൻ ഉണ്ട്. മാൻമെയ്ഡ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഇൻ മെഡിക്കൽ ഫീൽഡ്, പിന്നെ വേസ്റ്റ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇതാണ് മാൻമെയ്ഡ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, വേണമെങ്കിൽ പഠിച്ചു വെക്കാം, അത്രേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ പഠിച്ചു വേണമെങ്കിലല്ല, എന്തായാലും പഠിച്ചു വെക്കണം. ഫസ്റ്റ് എന്താണ് മക്കളെ? എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ക്രൈസിസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് എനർജി. മക്കളെ, എനർജിക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കാറുകൾ ഉണ്ടാവുകയാണ്, കൂടുതൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാവണം. അപ്പൊ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആയിക്കോട്ടെ, ഫോസിൽ ഫ്യൂവൽസ് പെട്രോളും ഡീസലും ആയിക്കോട്ടെ, നമുക്ക് ആവശ്യം കൂടിക്കൊണ്ടുവരികയാണ്, ഡിമാൻഡ് കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷേ അവരുടെ അവൈലബിലിറ്റി കൂടുന്നുണ്ടോ? ലോകത്തിലുള്ള പെട്രോളിന്റെ ഉൽപാദനം കൂടുന്നുണ്ടോ? ഇല്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസിങ് അവൈലബിലിറ്റി, ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി ഓഫ് എനർജി ഈസ് കോൾഡ് എനർജി ക്രൈസിസ്. ഒരു ക്രൈസിസ് അല്ലേ ഇത്? ഇനി എനർജി ക്രൈസിസിന്റെ റീസൺസ് ചോദിക്കും. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എഴുതി വെക്കരുത്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം. 2 കാരണങ്ങളാണ് എഴുതേണ്ടത്. Then energy is transformed from one form to another. Some part of it gets lost in other forms. അതായത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തെർമൽ പവർ സ്റ്റേഷനിൽ അല്ലെ പോട്ടെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം നമ്മൾ ഇലക്ട്രിക് എനർജിയായി മാറ്റുമ്പോൾ മൊത്തം പൊട്ടൻഷ്യൽ എനർജി ഫുള്ളായിട്ട് ഇലക്ട്രിക് എനർജിയായി മാറുന്നുണ്ടോ? ഇല്ല. കുറച്ച് ഹീറ്റായി പോകുന്നുണ്ട്, കുറച്ച് സൗണ്ടായി പോകുന്നുണ്ട്, അങ്ങനെ കുറെ രൂപത്തിൽ എന്താണ് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ എന്ത് ഊർജ്ജമാറ്റി നടക്കുമ്പോഴും കുറെ എന്താണ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അങ്ങനെ തന്നെ കുറച്ച് വേസ്റ്റ് ആയി പോയി. ഇത് മാത്രമല്ല, നോൺ റിന്യൂവബിൾ എനർജി വിൽ നോട്ട് ഗെറ്റ് റിപ്ലനിഷ്ഡ്. ഫോസിൽ ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കോള്, കൽക്കരി ഒക്കെ നോൺ റിന്യൂവബിൾ ആണ്. അതായത് ഈ എർത്തിൽ അതൊരു ലിമിറ്റഡ് എമൗണ്ട് ഉണ്ട്, അത് ഇന്നെ വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അത് എത്രത്തോളം ഉപയോഗിച്ച് തീരുന്നു അത്രത്തോളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനർജി ക്രൈസിസിന്റെ ഒരു റീസൺ ആണ്. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സ് വിൽ നോട്ട് ഗെറ്റ് റിപ്ലനിഷ്ഡ്, അവർ വീണ്ടും എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഈ 2 കാരണങ്ങളാണ് എനർജി ക്രൈസിസിന്റെ കാരണങ്ങൾ. ഇനി ഹൗ ടു ഓവർകം എന്ന് ചോദിക്കും. ഈ പ്രശ്നം മോഡൽ എക്സാമിൽ വരെ ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് എനർജി ക്രൈസിസ് ഓവർകം ചെയ്യാൻ?
അപ്പം നിങ്ങൾ ഇതിൽ ഒരു 2-3 പോയിന്റ്സ് എഴുതി വെക്കുക. യൂസ് റിന്യൂവബിൾ സോഴ്സസ്. റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡ് എനർജി, സോളാർ എനർജി, ബയോമാസ്, ബയോഗ്യാസ് ഒക്കെ ഉപയോഗിക്കാൻ പറയാം. യൂസ് എനർജി വിത്ത് കെയർ, സൂക്ഷിച്ച് ഉപയോഗിക്കുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, സ്വന്തമായിട്ട് കാറും ബൈക്കും ഉപയോഗിക്കുന്നുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുക. ടൈംലി മെയിൻ്റെനൻസ് ഓഫ് എൻജിൻ, മാക്സിമം എഫിഷ്യൻസി ഓഫ് എൻജിൻ. യൂസ് LDR, ഡോണ്ട് വേസ്റ്റ് വാട്ടർ. ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക, ടൈംലി മെയിൻ്റെനൻസ്, മാക്സിമം എഫിഷ്യൻസി ഓഫ് എൻജിൻസ്, വാട്ടർ വേസ്റ്റ് ചെയ്യരുത്, അതൊന്ന് എഴുതി വെക്കുക. ഇതൊക്കെ എന്താണ്? എനർജി ക്രൈസിസിന്റെ റീസൺസ് അല്ല, എങ്ങനെ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം എന്നാണ് ഇതിന്റെ പോയിന്റ്സ്. അപ്പൊ പരീക്ഷ ചോദിക്കൂട്ടോ, അതൊക്കെ ചോദിക്കുന്നതാണേ. ഇനി ചോദിക്കും റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ? The energy sources which replenish as they are being used are called renewable sources. ഉപയോഗിക്കും തോറും വീണ്ടും റിപ്ലനിഷ് ചെയ്യുന്ന അല്ലെ പുനഃസ്ഥാപിക്കുന്ന ഊർജ്ജത്തെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ സോഴ്സ് എന്ന് വിളിക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സ്രോതസ്സുകളാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളാണ് ഊർജ സ്രോതസ്സുകൾ. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, റിപ്ലനിഷ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് വിളിക്കുക. എക്സാമ്പിൾസ് ആരാണ്? വിൻഡ് എനർജി ഒരിക്കലും തീരില്ല. എനർജി ഫ്രം വേവ്സ്, തിരമാലകളിൽ നിന്ന് കിട്ടുന്ന എനർജി, അതും ഒരിക്കലും തീരില്ല. സോളാർ എനർജി ഒരിക്കലും തീരില്ല എന്ന് പറയാനില്ല, എന്നാലും അടുത്തൊന്നും തീരില്ല. ഓഷ്യന്റെ തെർമൽ എനർജി ഒരിക്കലും തീരില്ല. ബയോമാസ് ഇഷ്ടം പോലെ ഉണ്ട്, ജീവജാലങ്ങളിടത്തോളം കാലം ബയോമാസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരൊക്കെ എന്ത് എനർജിയാണ്? റിന്യൂവബിൾ എനർജിയാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന തരം ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ, റെഡി. അങ്ങനെയാണ് സാർ. ഇനി ഏതാണ് വേറെ സ്രോതസ്സുകൾ? ഇനി നെക്സ്റ്റ് ബ്രൗൺ എനർജിയും ഗ്രീൻ എനർജിയും. എന്താണ് മക്കളെ ബ്രൗൺ എനർജി? ഈ റിന്യൂവബിൾ എനർജി അല്ലാത്ത നോൺ റിന്യൂവബിൾ എനർജി ഒക്കെ ബ്രൗൺ എനർജിയാണ്. പക്ഷെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ മക്കളെ? നാച്ചുറൽ അല്ല, ഫോസിൽ ഫ്യൂവൽസും ന്യൂക്ലിയർ എനർജിയും ചേരുന്നതാണ് ബ്രൗൺ എനർജി. ഫോസിൽ ഫ്യൂവൽസും ന്യൂക്ലിയർ എനർജിയും കൂടെ ചേർന്നാൽ അത് ബ്രൗൺ എനർജി. ചേർന്നാലല്ല, അതിൽ പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ബ്രൗൺ എനർജി. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം ദി എനർജി പ്രൊഡ്യൂസ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ് സച്ച് ആസ് പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ന്യൂക്ലിയർ എനർജി. പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് ആണ്. ആൻഡ് ന്യൂക്ലിയർ എനർജി ആർ കോൾഡ് ബ്രൗൺ എനർജി. നോൺ റിന്യൂവബിൾ സോഴ്സസിൽ നിന്നുണ്ടാക്കുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രൗൺ എനർജി എന്ന് വിളിക്കുക. അയ്യേ, എത്ര ഉള്ളോ? These are sources which cause environmental problems including global warming. ഗ്ലോബൽ വാർമിംഗ് അടക്കമുണ്ടാവുന്ന എല്ലാ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഉണ്ടാക്കുന്ന ആരാണ്? എല്ലാമല്ല, ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ബ്രൗൺ എനർജി. എക്സാമ്പിൾസ് ആരാണ്? എല്ലാ ഫോസിൽ ഫ്യൂവൽസും ന്യൂക്ലിയർ എനർജി. എല്ലാ ഫോസിൽ ഫ്യൂവൽസും ന്യൂക്ലിയർ എനർജി, അങ്ങനെ ഓർത്ത് വെച്ചാൽ ഇവരൊക്കെ എന്താണ് മക്കളെ? ബ്രൗൺ എനർജിയാണ്. സാർ SSLC ഞാൻ ഫുൾ A+ ആയിരുന്നു. ഞാൻ CBSE പഠിച്ചത്. ഇൻഫാക്ട് അവിടെ ഫുൾ A+ ആയിരുന്നു. ഓക്കെ, സമാധാനയോ? അതുകൊണ്ടല്ലേ വന്ന് പറയുന്നത് ഇങ്ങനെ പഠിച്ചാൽ A+ കിട്ടുന്നു. ഞാനും ഫുൾ A+, അല്ല സാറും ഫുൾ A+ വാങ്ങിച്ചത്. സമാധാനയാ എന്ന് മാത്രമല്ല, +2 അടിപൊളി മാർക്ക് ചെയ്തു. പിന്നെ പറഞ്ഞുതരാം. 20 മിനിറ്റ്സും കൂടെ ഉള്ളൂ. പിടി. ഓക്കെ, അപ്പൊ ഇത് പറ, ഗ്രീൻ എനർജി പറ. ബാക്കിയുള്ള എല്ലാവരും ഗ്രീൻ എനർജിയാണ്. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവലും ന്യൂക്ലിയർ എനർജി അല്ലേ, ബാക്കി എല്ലാവരും ഗ്രീൻ എനർജിയാണ്. പക്ഷെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതണം the energy produced from natural sources അഥവാ renewable sources that does not cause environmental pollution are called green energy. Natural source ന്ന് environmental pollution ഉണ്ടാക്കാത്തതാണ് green energy. Wind energy, energy from waves, solar energy, biomass, hydroelectric power plant ഇവരൊക്കെ തന്നെ. അതായത് ബേസിക്കലി നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ന്യൂക്ലിയർ എനർജി അല്ലാത്ത ആൾക്കാരൊക്കെ ഗ്രീൻ എനർജിയാണ്. ഇനി എക്സാമിൽ എപ്പോഴും എന്താണ്, മോഡൽ എക്സാമിൽ വരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ക്ലാസിഫൈ എങ്ങനെ ചെയ്യാം നമുക്ക് പഠിക്കാം. ഒറ്റ ടേബിളിൽ എല്ലാ എനർജിയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓരോന്നായാലും ക്ലാസിഫൈ ചെയ്യാം. മക്കളെ പറ, കോള് ബ്രൗൺ ആണോ ഗ്രീൻ ആണോ? ഇവിടെ എല്ലാം കൊടുത്ത് നമുക്ക് മായിച്ചാൽ അങ്ങോട്ട് നമുക്ക് തന്നെ ഫില്ല് ചെയ്യാം. അതല്ല അതിൻ്റെ ഒരു രീതി. സാർ കുറച്ചുകൂടി വൃത്തിയിൽ വായിക്കായിരുന്നു. പോട്ടെ. ഫുള്ള് മായ്ക്കാം, നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടാ മറന്നെങ്കിൽ മറന്നേ.
ഫില്ല് ചെയ്യുക. കൽക്കരി ഫോസിൽ ഫ്യൂൽ ആണോ? അതെ. 3 ഫോസിൽ ഫ്യൂൽ ഉള്ളൂ, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഫോസിൽ ഫ്യൂൽ അല്ലേ ബ്രൗൺ. ഡീസൽ, കെറോസിൻ, പെട്രോളിയം, നാഫ്ത. എല്ലാവരുടെയും പ്രത്യേകത എന്താണ്? എല്ലാം പെട്രോളിയത്തിന്റെ പ്രൊഡക്ട്സ് ആണ്. LPG അടക്കം പെട്രോളിയത്തിന്റെ പ്രൊഡക്ട്സ് ആണ്. പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് അല്ലേ? ബ്രൗൺ എനർജി. ഒന്നും ആലോചിക്കാനില്ല. അടുത്ത പിടി. ബയോഗ്യാസ്. ബയോഗ്യാസ് ഫോസിൽ ഫ്യൂൽ ആണോ? അല്ല. ന്യൂക്ലിയർ എനർജി ആണോ? അല്ല. അപ്പൊ ഗ്രീൻ. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കണ്ട്. ഫോസിൽ ഫ്യൂൽ ആണോ ചിന്തിക്കുക? അല്ല. ന്യൂക്ലിയർ എനർജി ആണോ ചിന്തിക്കുക? അല്ല. ഗ്രീൻ ആണ്. ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് പിടിക്കുക. നെക്സ്റ്റ് ബയോമാസ്, ഫയർവുഡ്, ഡ്രൈഡ് കൗണ്ടിങ്. ഫയർവുഡും ഡ്രൈഡ് കൗണ്ടൊക്കെ ബയോമാസ് തന്നെയാണ്. പ്ലാന്റ്സ് ആനിമൽസ് കിട്ടുന്നുള്ള എനർജിയാണ്. ബയോമാസ് അല്ലേ? ബയോമാസ് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂൽ ആണോ? അല്ല. ഫോസിൽ ഫ്യൂൽ ആണോ? അല്ല. ഗ്രീൻ എനർജി. പാർഷ്യൽ കമ്പഷൻ ആണ്, എനർജി ഫ്യൂൽ എഫിഷ്യൻസി കുറവാണ്, അതൊക്കെ ശരിയാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ ഗ്രീൻ എനർജിയാണ്. LPG പെട്രോളിയം ഗ്യാസ് ആണ്, പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയാ പെട്രോളിയം ഗ്യാസ് കിട്ടുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയത്തിൽ നിന്നാണ്. LPG മെയിൻ കോമ്പോണന്റ് എന്താണ്? ബ്യൂട്ടേൻ ആണ്. ചോദിക്കും വരും കേട്ടോ. LPGയുടെ പ്രിക്കോഷൻസ്, LPGയുടെ എന്താണ് ലീക്ക് ആയി കഴിഞ്ഞാലുള്ള സംഭവം ബ്ലവി പഠിച്ചു വെക്കാം. അത് ചോദ്യം എന്താണ്? പെട്രോളിയം ഗ്യാസ് പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. ബ്രൗണ് ഫോസിൽ ഫ്യൂൽ അല്ലേ? ബ്രൗണ്. LNG, CNG നാച്ചുറൽ ഗ്യാസ് ആണ് രണ്ടും. നാച്ചുറൽ ഗ്യാസ് രണ്ടും എന്താണ്? ഫോസിൽ ഫ്യൂൽ ആണ്. ഒന്നും ആലോചിക്കാനില്ല. നാച്ചുറൽ ഗ്യാസിന്റെ CNG, LNGയുടെ മെയിൻ കോമ്പോണന്റ് എന്താണ്? മീത്തേൻ. പെട്രോളിയത്തിന്റെ ബ്യൂട്ടേൻ, നാച്ചുറൽ ഗ്യാസിന്റെ മീത്തേൻ, കൽക്കരിയുടെ ഗോൾഡിന്റെ കാർബൺ. ഓക്കെ, നെക്സ്റ്റ്. ടൈഡൽ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ഓഷ്യൻ തെർമൽ എനർജി, എനർജി ഫ്രം വേസ്റ്റ്, എല്ലാം നാച്ചുറൽ സോഴ്സ് ആണ്. ഗ്രീൻ ആണ്. ഒന്നും ഫോസിൽ ഫ്യൂൽ അല്ല. സോളാർ എനർജി, സോളാർ പവർ പ്ലാന്റ്. ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ടോ? സോളാർ പവർ പ്ലാന്റിൽ. ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഗ്രീൻ ആണ്. തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റിൽ എന്ത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കത്തിക്കാന്ന് പറഞ്ഞത്? കൽക്കരിയോ കോളോ നാഫ്തയോ. കോൾ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂൽ, നാഫ്ത എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. രണ്ടും ഫോസിൽ ഫ്യൂൽസ് ആണ്. ബ്രൗൺ എനർജി. തെർമൽ പവർ സ്റ്റേഷൻ ഇസ് ബ്രൗൺ എനർജി. അറ്റോമിക് റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ. അറ്റോമിക് റിയാക്ടർ അഥവാ ന്യൂക്ലിയർ റിയാക്ടർ. അറ്റോമിക് റിയാക്ടറിൽ എന്താ ഉപയോഗിക്കുക? അറ്റോമിക് റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുക, യുറേനിയം ഒക്കെ ഉപയോഗിക്കുക. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ആണ്. ഒന്നും ആലോചിക്കാനില്ല. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വെള്ളമാണ് ഉപയോഗിക്കുക. വെള്ളം ഫോസിൽ ഫ്യൂൽ ആണോ? അല്ലല്ലോ. ഗ്രീൻ എനർജി എഴുതി വെക്കുക. ചാപ്റ്റർ ഖത്തം, തീർന്നു.